എനിക്കാണെങ്കിൽ എനിക്കായാലും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഡൂഡ് ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. ഡൂഡിനത് എന്തിന്റെ കേടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. പോയി ഇരുന്ന് ഇളിഞ്ഞ് അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ജാസ്മിൻ നല്ലൊരു കൊട്ടാണ് തിരിച്ച് ഡൂഡിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ചാവത്തി കുത്തലേടാ ബാലു. എന്ത് പുറത്തുനിന്നുള്ള കാര്യം പറഞ്ഞത് ഞാൻ അങ്ങനെ ചോദിക്കും, പക്ഷെ നിങ്ങൾ പറയാൻ പാടില്ല. പറയാതിരിക്കുന്നതാണ് നല്ലൊരു ഗെയിമറിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഹൗസിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. എന്ത് മണ്ടത്തരോടോ തനി വിളിച്ചു കൂവിയത്. വാപ്പയുടെ ഉമ്മയുടെ പേരിൽ വന്ന ഇന്റർവ്യൂകൾ വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ബിഗ് ബോസിന്റെ വായിരിക്കുന്ന വാണിംഗും കേട്ടു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ആണോ? എതിരെ നീന്തുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതിനൊരു ലിമിറ്റ്. എന്റെ പൊന്ന് സായി, എന്തിന്റെ കേടായിരുന്നു? ആരായി കോമാളി? അത് കരുണൻ ചന്തക്കവല, ഇവളുടെ ആങ്ങളെ. കൂടാരായി ശശി, റോക്ക് ശശിയായി. ഇങ്ങനെ പറയരുത് ബ്രദറില്ല. ഓട്ടോ ഇടിച്ചിട്ടവന്റെ തലയിൽ സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലെയാണ് എന്റെ അവസ്ഥ. അരങ്ങേറുന്നത് എന്താ പറയുന്നത്, ലൈക്ക് നിങ്ങളെ ഡൂഡിനെ നോമിനേറ്റ് ചെയ്യുന്നു, വൈ ബിക്കോസ് ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടുവന്നു. ഓ മൈ ഗോഡ്. നീ ഓർമ്മയുണ്ടോന്ന് നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോ, പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.